ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി പാവയ്ക്ക തോരനാട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാനിവിടെ 3 പാവയ്ക്ക, ചെറിയ പാവയ്ക്കാണ് എടുത്തേക്കുന്നത്. അതിങ്ങനെ ചെറുതായിട്ട് കൊത്തി എരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. ഇനി ഇതിനകത്തേക്ക് 2 ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2 മുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവോള പകുതി എടുത്തത് അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് തേങ്ങ ആവശ്യമാണ്. തേങ്ങയിലേക്ക് അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മുളക് പൊടി ഓപ്ഷനിലാണ്. അതൊരു ചെറിയ കളറിന് വേണ്ടി ചേർക്കുന്നതാണ്. പിന്നെ 2-3 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഇത് നന്നായിട്ട് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഈ തേങ്ങയും നമുക്ക് ക്യാരറ്റും പാവയ്ക്കയുടെയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് എടുത്തെടുക്കാം. അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ കളറ് കുറവാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, നിറം കുറവായിട്ട് തോന്നിയത് കൊണ്ടാണ് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് പാവയ്ക്കയുടെ കയ്പ്പ് കുറയ്ക്കാനുള്ള ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാം. അതേ തക്കാളി ആട്ടോ. ഞാനിവിടെ 1 തക്കാളി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അതിൻ്റെ കുരു കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം കുരുന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ചേർക്കാം. എന്നിട്ട് ചെറുതായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം കേട്ടോ. ഒരു പാൻ വെച്ച് അതിലോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചൂടായതിന് ശേഷം നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇവിടെ കടുക് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മളെല്ലാം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്കെല്ലാം ചേർത്ത് കൊടുക്കാം. നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. പാവയ്ക്കത്തോര ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ തക്കാളി ചേർക്കുമ്പോൾ ഫുൾ കയ്പ്പ് മാറുമെന്ന് ഞാൻ പറയണില്ല, എങ്കിലും 3/4 ഭാഗം കയ്പ്പ് മാറുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.